താങ്കൾ ടാർഗറ്റ് ചെയ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാം, താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതായത് അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ വേണമെങ്കിൽ തിരുവനന്തപുരത്തൊന്നും മത്സരിക്കാം. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ഒരു പുതിയ പ്രസിഡന്റിനെ വേണ്ടിവരും. ഇപ്പോൾ സംസ്ഥാന ഓഫീസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് താങ്കൾക്ക് വേണമെങ്കിൽ ആ പദവിയിലേക്ക് എത്താനൊരു സാധ്യതയുണ്ട്. ആ സാധ്യത തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ MT രമേശിനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം. 2-3 കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എന്താ പറയുക, ഒരു ആത്യന്തിക ലക്ഷ്യമായിട്ട് കാണുന്ന ഒരാളല്ല എന്ന് എൻ്റെ പാർട്ടി പ്രവർത്തകന്മാർക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമത്, അതിനാവശ്യമായിട്ടുള്ള ഒരു പക്വത എനിക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സംഘടനാ സംവിധാനം ഈ തരത്തിലുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഒരാളുടെ സാധ്യത തടയാനോ സാധ്യത ഉണ്ടാക്കാനോ കഴിയില്ല. രണ്ടും കഴിയില്ല. ഒരാൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത തടയാൻ ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് കഴിയില്ല. ഇനി ഒരാൾക്ക് സാധ്യത ഉണ്ടാക്കാൻ അതും കഴിയില്ല. കാരണം നേരത്തെ BJPക്കകത്തുണ്ടായിരുന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൽ അടിസ്ഥാനപരമായ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം കൃത്യമായിട്ടുള്ള ചർച്ചകളും സമവായങ്ങളും അതിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഓൾ ഇന്ത്യ ലീഡർഷിപ്പിന് കേരളത്തിലെ ഓരോ പ്രവർത്തകനെയും അസസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ പ്രവർത്തകനെയും വിശകലനം ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോരുത്തർക്കും ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം കൊണ്ട് അല്ലെങ്കിൽ ക്യാമ്പയിനിങ് കൊണ്ട് ചില ആളുകളെ ബോധപൂർവം ഒതുക്കി നിർത്തിയതുകൊണ്ട് അങ്ങനെയൊന്നും ഒരാളുടെ സാധ്യതയും തടയാൻ ഇന്നത്തെ BJP ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾക്ക് ഇതിന് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കഴിയുന്നത്രയധികം പക്വതയുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ താങ്കൾക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ പാർട്ടിയാണല്ലോ ഈ കാര്യങ്ങളിലൊക്കെ ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു പ്രതിച്ഛായ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, MT രമേശിനെ പോലൊരു നേതാവിന് ഒരു പ്രതിച്ഛായ പ്രശ്നം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ താങ്കളുടെ സാധ്യതകൾ മങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പം താങ്കളുടെ പാർട്ടിയിൽ വിഭാഗീയത ശക്തമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ മുഖാമുഖം സംസ്ഥാന BJPയിൽ നിൽക്കുന്നു. ഒന്ന് കൃഷ്ണദാസ് പക്ഷം, മറ്റൊന്ന് മുരളീധര പക്ഷം. ഇതിൽ കൃഷ്ണദാസ് പക്ഷത്താണ് താങ്കളുള്ളത്. താങ്കൾക്കാണ് ഇനി സംസ്ഥാന പ്രസിഡന്റാകാൻ സാധ്യതയുള്ളതെന്ന് കേൾക്കുന്നു. എന്നാൽ മുരളീധര പക്ഷത്തിൻ്റെ ആഗ്രഹമാകട്ടെ K സുരേന്ദ്രനെ ആ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. K സുരേന്ദ്രനെതിരെ ചില ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന രമേശിനെതിരെയും ആരോപണം ഉണ്ടായാൽ ഒരു ഏറ്റുമുട്ടലുള്ള സാധ്യതയുണ്ട്, ഒരു മത്സരത്തിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഇപ്പോൾ ഒരു വിഭാഗം താങ്കൾക്കെതിരായിട്ട് തുറന്നു വെച്ചിരിക്കുന്നത്. അതൊരു മാധ്യമ വിലയിരുത്തലിൻ്റെ സാധ്യതയാണ്. BJPയുടെ പുതിയ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും അറിയുന്ന ഒരാൾക്കും ആ കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും വാർത്തകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ സാധ്യത മാറ്റപ്പെടില്ല. കാരണം അത് കൃത്യമായി പരിശോധിക്കാനുള്ള, ഇപ്പം മാധ്യമങ്ങൾ വരുന്ന വാർത്തകളോ അതിൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ആരോപണങ്ങളോ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പയിനുകളോ ഒന്നും തന്നെ ഒരു പ്രവർത്തകൻ്റെ മെറിറ്റിനെ സ്വാധീനിക്കുന്ന രീതിയിലല്ല. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഈ സംഘടനക്കകത്തുണ്ട്. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായാൽ പോലും താങ്കളുടെ സാധ്യതയൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ കേന്ദ്ര നേതൃത്വത്തിന് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആരൊക്കെ ആർക്കെതിരെയൊക്കെ നീങ്ങുന്നു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്, ആരെ അവസാനിപ്പിക്കാനാണ് അല്ലെങ്കിൽ ആർക്ക് തുടക്കമുണ്ടാക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്, ഇതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. ഇതൊന്നും കാണിച്ച് രമേശിൻ്റെ സാധ്യത താർക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. BJPക്കകത്ത് ഒരാളുടെയും സാധ്യത ഇത്തരത്തിലുണ്ടാകുന്ന ഊഹാപോഹങ്ങളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിലല്ല, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മെറിറ്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം BJP സെൻട്രൽ ലീഡർഷിപ്പിനുണ്ട്. അവരത് ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ശ്രമം കൊണ്ട് സാധ്യതകൾ ഉണ്ടാക്കാനോ സാധ്യതകൾ തള്ളാനോ ആർക്കും വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് BJPയുടെ പുതിയ ഒരു ശീലം. പിന്നെ കുമ്മനം രാജശേഖരൻ BJP പ്രസിഡൻ്റായതിനു ശേഷം BJPക്കകത്ത് എല്ലാ പ്രവർത്തകന്മാരും എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ കുമ്മനത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തന്നെ സംസ്ഥാനത്തെ BJPക്കകത്ത് വിഭാഗീയത വളരെ ശക്തമായതുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ആളെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യമാണ് ദേശീയ നേതൃത്വത്തിന് തന്നെയുള്ളത്. ഇവിടെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ വിഭാഗീയത വീണ്ടും ശക്തിപ്പെടുന്നു എന്നുള്ള തോന്നലാണ് പൊതുസമൂഹത്തിനുണ്ടായിരിക്കുന്നത്. ശരിയാണ്. BJP ആ 2 ദിവസത്തെ വാർത്തകൾ കൊണ്ട് ഞങ്ങൾക്ക് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ ചർച്ച ചെയ്തത്. BJP അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നും ഞാൻ പറയുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യ സഹജമാണ്. പക്ഷേ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ
പാർട്ടിയുടെ നിലപാടുകളുടെ കാര്യത്തിൽ ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ല, ഈ അഭിപ്രായ സംഘർഷങ്ങൾ നല്ല കാര്യമാണ്, അതൊരു ജനാധിപത്യ സ്വഭാവമാണ് കാണിക്കുന്നത്. പക്ഷേ ഈ അഭിപ്രായ സംഘർഷങ്ങൾ കടുത്ത വിഭാഗീയതയായിട്ടും ചേരിതിരിവായിട്ടും മാറുന്നൊരു സാഹചര്യം BJP പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു നല്ല കാര്യമാണോ? അതൊരു ആഭ്യന്തര പ്രതിസന്ധിയല്ലേ ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അത്തരം പ്രശ്നങ്ങൾ BJPക്കകത്തില്ല. കാരണം കേരളത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഘടനാ ശൈലി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. നൽകുന്ന ചുമതലകൾ ഭംഗിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകന്മാർക്കും നേതൃത്വത്തിനും വന്നിട്ടുണ്ട്. അല്ല, പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നിർണായകമായ റിപ്പോർട്ട് ചോർത്തപ്പെടുന്നു? ഇപ്പം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ അന്വേഷണ കമ്മീഷനിലെ 2 ആളുകൾക്ക് ഈ റിപ്പോർട്ട് എന്താണെന്നറിയാം. പിന്നെ അവർ അയക്കുന്നത് 3 ആളുകൾക്കാണ്. കുമ്മനം രാജശേഖരന്, പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ മറ്റ് സുഭാഷ്, എൽ ഗണേഷ് തുടങ്ങിയവർക്കാണ് ഈ റിപ്പോർട്ടുകൾ അയക്കുന്നത്. വേറെ ആർക്കും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ചോരുന്നത്? റിപ്പോർട്ട് ചോർത്തുമ്പോൾ ചോർത്തുന്നവരുടെ ലക്ഷ്യം എന്താണ്? അത് വിഭാഗീയത മാത്രമാണ്. ശ്രീ MT രമേശ്, ഒന്ന് റിപ്പോർട്ട് ചോർന്നു എന്ന് ഈ നിമിഷത്തിൽ ഞാൻ പറയില്ല. ഈ റിപ്പോർട്ട് ചോർന്നില്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചോർന്നു എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാം. പക്ഷേ ചോർന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മെയിലല്ല, അതിൽ ഈ അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ ഒപ്പിട്ട റിപ്പോർട്ടാണ് ചോർന്നിരിക്കുന്നത്, ഒരു മെയിലല്ല ചോർന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര നേതൃത്വം പറയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺടെസ്റ്റ് ഞാനവിടെ വിടുകയാണ്, ഞാൻ ബോധപൂർവ്വം വിടുകയാണ്. അത് അന്വേഷിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വം പറയട്ടെ. അല്ല, അത് നടന്നോട്ടെ. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഗൗരവതരമായൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ആത്യന്തികമായത് ഡാമേജ് ചെയ്യുക ഒരു MT രമേശിനെയോ ഒരു RS വിനോദിനെയോ ഒരു കുമ്മനം രാജശേഖരനോ ഒന്നുമല്ല, അത് ആ പാർട്ടിയെ മൊത്തത്തിൽ ഡാമേജ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ചോർന്ന വഴി ഈ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടായാലും കുഴപ്പമില്ല, ചില ആളുകളെ ഒതുക്കി നിർത്തണം എന്നുള്ളൊരു തോന്നൽ അവിടെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനം വിഭാഗീയതയാണ്. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിക്ക് ഒരു തകർച്ച ഉണ്ടായാലും കുഴപ്പമില്ല, ചില ആളുകളെ നശിപ്പിച്ചേ പറ്റൂ എന്നൊരു തോന്നലിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ, ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖ ചോർത്തപ്പെടുന്നത്. അതിനൊരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. BJP പോലെയുള്ളൊരു പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം തന്നെ കേരളത്തിനകത്ത് നടന്നിട്ടുള്ള ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തന്നെ അത് പരിശോധിക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും. പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ള ചേരിപ്പോരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാർത്തകൾ ചോർന്നുകൊണ്ടിരിക്കുന്നതിനുള്ള സംശയമില്ല. ഒരു ചേരിക്കെതിരായിട്ടുള്ള വാർത്ത മറ്റൊരു ചേരി ചോർത്തും, അപ്പോൾ തിരിച്ച് ചോർത്തലുണ്ടാകും. ഇത്തരത്തിലുള്ളൊരു സംഘർഷമാണ് ഇപ്പോൾ BJPക്കുള്ളിൽ നടക്കുന്നത്. അതാണ് പൊതുസമൂഹത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു പ്രതിച്ഛായ. ആ പ്രതിച്ഛായ ഞങ്ങൾക്ക് മാറ്റേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. അത് കൃത്രിമമായൊരു കാര്യമാണ്. അങ്ങനെ ഒരു വിഭാഗീയത BJPക്കകത്ത് ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് ബോധ്യമില്ല. നേരത്തെ അത്തരം ചില പ്രശ്നങ്ങളൊക്കെ BJPക്കകത്തുണ്ടായിരുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് അത്തരം അഭിപ്രായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഞങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് BJP എല്ലാവരും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യം ഇല്ല. BJP നേതാക്കളുടെയും BJP പ്രവർത്തകരുടെയും അഴിമതി സംബന്ധിച്ചുള്ള പരമ്പരകൾ പത്രമാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഡാമേജ് അല്ല ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. BJPക്ക് ജനപിന്തുണ കുറഞ്ഞു വരുന്നു എന്നൊരു ആശങ്ക കേന്ദ്ര നേതൃത്വത്തിന് വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. ഒരിക്കലുമില്ല. ഇത് ഈ വാർത്തകൾ വളരെ ആസൂത്രിതമാണ്. കാരണം എല്ലാ മാധ്യമങ്ങളും കൂടി ചേർന്ന് BJPക്കെതിരായിട്ട് വാർത്തകൾ പരമ്പരയായിട്ട് ആസൂത്രണം ചെയ്യും. മാധ്യമ ഗൂഢാലോചന എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കെതിരായിട്ട് ധാരാളം ആരോപണങ്ങൾ, സാമ്പത്തിക മാത്രം അല്ലാത്ത ആരോപണങ്ങളും ധാരാളം വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാറില്ല. ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നതുകൊണ്ടാണ് ഓരോ ആരോപണത്തിൻ്റെയും ശരശയിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത്. അപ്പോൾ താങ്കൾ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഈ വിവാദങ്ങളും അതുവഴി ഉണ്ടായിട്ടുള്ള ഈ അന്തരാള ഘട്ടവും വളരെ വേഗത്തിൽ തന്നെ അതിജീവിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നൊരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ താങ്കൾക്കുണ്ടോ, താങ്കളുടെ പാർട്ടി നേതൃത്വത്തിനുണ്ട്? എനിക്കുണ്ട്. വ്യക്തിപരമായുമുണ്ട്, സംഘടനാപരമായിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ പാർട്ടി നേതാക്കന്മാർ. അതുകൊണ്ട് ആ പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനം എന്താണെന്ന് പാർട്ടി പ്രവർത്തകന്മാർക്കറിയാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ദൂരീകരിക്കപ്പെടാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ഇതൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ. സന്തോഷം.